ഡോക്ടറുടെ കൂടെ കൂടിയതുകൊണ്ട് ഒരുപാട് വർത്താനം പറയുന്നോണ്ടോന്ന് അറിയില്ല. നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് പോകുമ്പോ അല്ലെങ്കിൽ സ്റ്റേജിൽ വർത്താനം പറയുമ്പോ നമുക്കൊരു ബേജാറ് വരൂലേ, ആ സ്ട്രെസ്ഫുൾ വരുമ്പോ അപ്പൊ എനിക്ക് വയറുവേദന, വയറിലെന്തല്ലോ നടക്കുന്ന പോലെ തോന്നും. അതെന്തുകൊണ്ടിരിക്കും? ഗട്ട് ഇസ് എ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് സ്ട്രെസ് വരുമ്പോ അപ്പൊ തന്നെ വയറിന് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മളെ ഇതിൽ പറഞ്ഞ ആ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോ അപ്പം ആ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഓടുന്ന ആ പ്രഷറും ആ സ്ട്രെസ്സും അപ്പൊ തന്നെ വയറിലേക്ക് പോകും. അതേപോലെ വയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് ഫുൾ ബോഡിക്ക്, ബ്രെയിൻ ത്രൂ ഫുൾ ബോഡിക്ക് എഫക്ട് ചെയ്യും. ഗട്ടും ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, മനസ്സിലായി? അപ്പൊ നീ ഇമോഷണലി അല്ലെങ്കിൽ അത് എന്ത് ഇമോഷണൽ പ്രഷറും ഇമോഷണൽ സ്ട്രെസ് ആയാലും അപ്പൊ തന്നെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ഗട്ടില് ശരിക്കും അത് റിഫ്ലക്ട് ചെയ്യും. ദിസ് ലോട്ട് ഓഫ് ഹോർമോൺസ് വിച്ച് ഇസ് ആക്ടിങ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് പീരിയഡ്, അത് ഹോർമോൺസ് എഫക്ട് ചെയ്യുമ്പോൾ ഗട്ടില് ഒന്ന് ടോയ്ലറ്റ് പോകാനുള്ള ഒരു തോന്നലൊക്കെ വരും. വിച്ച് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ. അത് എങ്ങനെ സോൾവ് ചെയ്യും എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾവേസ് വൺ തിങ് വിച്ച് ഐ റെക്കമെൻഡ് മൈ പേഷ്യന്റ് ടു ഡു ഇസ്, നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ സിനാരിയോ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ടോക്കിംഗ് ടു യുവർ സെൽഫ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ്, എവറി അതർ പേഴ്സൺ ഇസ് ഡൂയിങ് ഇറ്റ്, വൈ ഐ കനോട്ട് ഡു ഇറ്റ്, ഐ വിൽ ഓൾസോ ബി ഡൂയിങ് ഇറ്റ്. പിന്നെ അതിന്റെ എക്സ്പോഷർ ഒക്കെ കൂടുമ്പോൾ തനിയെ കുറഞ്ഞു. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ലോങ് ബ്രീത്തിങ് എക്സസൈസ്. ഓക്കെ, തേർഡ് തിങ് ഐ വുഡ് ആസ്ക്, ലൈക്ക് ഹെവി ആയിട്ട് അങ്ങനെ നമുക്ക് ഓൾറെഡി ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പൊ ആ സമയത്ത് ഹെവി ആയിട്ട് വയറിന് ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു ഫീലിംഗ് വരും. സോ ഇതാണ് ഞാൻ യൂഷ്വലി പറയാറുള്ളത്. വയറിന് ഹെവി ആയിട്ടുള്ള മീറ്റ് ആണ് ഇപ്പം ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതെന്ന് കഴിക്കാം, ബിരിയാണി ഒന്നും അടിക്കാൻ പാടില്ല. അതെ, ബിരിയാണി ഒന്നും കഴിക്കാതെ ഒരു സൂപ്പോ അല്ലെങ്കിൽ കുറച്ച് പ്ലെയിൻ റൈസ് ആൻഡ് യോഗട്ടോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് കഴിച്ചിട്ട് പോവാം. Even if it is a glass of some fruits, that is a good option. Prepare, because sometimes it's all about, because നിങ്ങൾ അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ whole energy is also being utilized for digestion. അപ്പോ ബോഡി എനർജി വൈസും ഫെറ്റീഗ്ഡ് ആവും. പിന്നെ വയറിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഈ എനർജി ലോസും വയറിൽ അങ്ങനെ പ്രശ്നം കൂടി ഉണ്ടാവുമ്പോ നിന്റെ പെർഫോമൻസും കൂടി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബ്രെയിൻ വർക്ക് ചെയ്യണ്ടേ. അപ്പൊ ഐ പ്രിഫർ ഹോൾ എനർജി ഗോസ് ടു ബ്രെയിൻ.